കാലവർഷം കൂടി എത്തിയതോടെ മഴ തകർത്ത് തന്നെ പെയ്യുകയാണ്, തുടരുകയാണ് അതിതീവ്ര മഴ. 11 ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് ഉണ്ട്. ഓറഞ്ച് അലർട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥ. രാവിലെ മുതലേ ശക്തമായ മഴയും കാറ്റുമൊക്കെ കോഴിക്കോടുണ്ടായിരുന്നു. ചാലിയാറ്, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നീ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് അവിടെ. വയനാട്ടിലാകട്ടെ കല്ലൂർ പുഴയും കരകവിഞ്ഞിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. കണ്ണൂരിൽ ശക്തമായ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരയൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കൂടി. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ആദ്യം ചേരുകയാണ്. ടിൻഡു, പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നുവോ? എന്തായാലും 11 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇന്നലെ തന്നെ നൽകിയിരുന്നതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത്. ഇനി തെക്കൻ ജില്ലകളുടെ അവസ്ഥ എപ്രകാരം? സംസ്ഥാനത്ത് ഇന്ന് പുതുക്കിയ അലേർട്ട് പ്രകാരവും 11 ജില്ലകൾക്ക് തന്നെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. മറ്റ് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സമുദ്രജല പ്രവാഹത്തിന്റെ ഭാഗമായി കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാം. രാത്രി 2 മണി മുതൽ വെളുപ്പിന് 11 മണി വരെ കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേലിയേറ്റ സാധ്യതയും കാണുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമാകുന്നുണ്ട്. വിഷ്ണു പ്രദേശങ്ങളിൽ അതിശക്തിയായ മഴ ലഭിക്കുന്നുണ്ട്. നദികളും ആറുകളും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. നദീതീരത്തോട് താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതുവരെയായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ 2 ക്യാമ്പുകളിലായിട്ട് 11 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 1 ക്യാമ്പിലായിട്ട് 9 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ സംഭവിച്ച മഴയിൽ 3 പേരാണ് പൊട്ടി വീഴുന്നത് വൈദ്യുതി ആഘാതമേറ്റ് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരാള് മരണപ്പെട്ടിട്ടുമുണ്ട്. തോട്ടിൽ വീണ് മരണപ്പെട്ടിട്ടുമുള്ള വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മണിക്കൂറിൽ കൈമാറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം ജില്ലയിലെ കോവളത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം പൊടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. ആളപായമില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. 17ഓളം വാഹനങ്ങളുടെ മേലിൽ ഈ മരങ്ങൾ മറ്റു ഒടിഞ്ഞു വീണ് അപകടം സംഭവിച്ചു. അതോടൊപ്പം തന്നെ നിരവധി ഇടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം സംഭവിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. 11 ജില്ലകൾക്ക് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിതീവ്രമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഈ ന്യൂനമർദ്ദം നാളെയോടുകൂടി ചുഴലിക്കാറ്റായിട്ട് മാറും. ആന്ധ്ര, ഒഡീഷ തീരത്തേക്കാണ് ഈ ചുഴലിക്കാറ്റ് പോവുക. ഇതിന്റെ സ്വാധീന ഫലമായിട്ട് വടക്കൻ ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കുറഞ്ഞ രാജഗിരി ഭാഗത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, കർണാടകയുടെ കോറമണ്ടൽ തീരത്തും ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഈ ശക്തി കുറഞ്ഞ് അത് അതിശക്തിയായിട്ടുള്ള മഴയായിട്ട് കേരളത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ കിഴക്കൻ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള ഒരു മഴ ലഭിക്കും. മണ്ണിന്റെ ഈർപ്പം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ഈ മലയോര മേഖലയിൽ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് മണ്ണിന്റെ ഈർപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തിയായിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും IMDയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. സംസ്ഥാനത്ത് 100 ഇടങ്ങളിലായിട്ട് കവചം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കവചം സംവിധാനത്തിൽ ലഭിക്കുന്ന സന്ദേശത്തിന് അല്ലെങ്കിൽ കവചം സംവിധാനത്തിൽ ലഭിക്കുന്ന സൈറന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ടായാലും കാലവർഷം ശക്തമാകുകയാണ്. ജൂൺ 1 പ്രതീക്ഷിച്ചതിലും കൂടുതൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനു, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ കൂടി ചേരുകയാണ്. അനഘ, രാവിലെ മുതൽ തന്നെ നമുക്ക് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ ശക്തമായ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് പോലും വിഘ്നമുണ്ടാക്കിയായിരുന്നു കാറ്റ് ശക്തമായി ആഞ്ഞു വീശിയത്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ജില്ലയിൽ മറ്റ് മഴക്കെടുതികളുടെ റിപ്പോർട്ടുകൾ എന്തൊക്കെ?
കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്ന് രാവിലെ ഈ സമയം വരെ ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലുള്ള പല മേഖലകളിലും റോഡിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിൽ മുഴുവനായും ഈ മഴ പെയ്തതിനു ശേഷം ബസ് സ്റ്റാൻഡിൽ മുഴുവൻ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. ഈ പ്രദേശത്ത് ഒന്നാകെ മുഴുവനായും വെള്ളക്കെട്ട് മാത്രമാണ് ഇവിടെയുള്ളത്. ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആ രീതിയിൽ വെള്ളം ഈ ബസ് സ്റ്റാൻഡിൽ തളം കെട്ടി കിടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെയും എടുത്തു പറയേണ്ടത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ചയാണ്. കൃത്യമായി ഓടകൾ വൃത്തിയാക്കാത്തത്. അതായത് മഴക്കാലം ഇത്തവണ നേരത്തെ വരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കോഴിക്കോട് ചാലിയാറും ഇരവഴിഞ്ഞി പുഴയും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഈ ശക്തമായ മഴയെ തുടർന്ന് കരകവിഞ്ഞ് ഒഴുകി അതിനെ തുടർന്ന് ഈ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകൾ അതൊക്കെ തന്നെ താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്തേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വീടുകൾക്ക് അകത്തേക്ക് പോലും വെള്ളം എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതലാണ് ഈ രീതിയിൽ ആ പ്രദേശത്തേക്കൊക്കെ തന്നെ വെള്ളം കയറിയത്. ഇതൊക്കെ പുഴഭാഗത്തുള്ള പല വീടുകളിലേക്കും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ മരം വീണിരുന്നു. ഈ വീണ മരം ഈ താമരശ്ശേരി ചുരം സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ ആ സമയത്ത് ആ പ്രദേശത്തെ ഉണ്ടായിരുന്ന യാത്രക്കാരും ചേർന്നാണ് ആ മരമൊക്കെ തന്നെ അവിടെ നിന്ന് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അങ്ങനെ ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്ക് ഒട്ടും തന്നെ ശമനമില്ല. ജില്ലയിലുള്ള പല റോഡുകളും മറ്റുമൊക്കെ തന്നെ ഈ രീതിയിൽ വെള്ളക്കെട്ട്, എല്ലാ ഇടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. റോഡ് ഏതാ നടവഴി ഏതാ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ രീതിയിലേക്ക് മുട്ടിന് മുകളിലേക്ക് വെള്ളമുള്ളൊരു സാഹചര്യമൊക്കെ പലയിടത്തുമുണ്ട്. നമുക്ക് ഈ പ്രദേശത്തിന് അപ്പുറത്തേക്കുള്ള റോഡിൽ പോലും നടക്കാൻ കഴിയാൻ പറ്റാത്ത അത്ര രീതിയിലുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും ഇന്നും ഈ രീതിയിൽ തന്നെ മഴ തുടരുകയാണെങ്കിൽ ഒരു വെള്ളപ്പൊക്ക സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മലയോര മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇന്നലെ നമ്മൾ കാണിച്ചതാണ് ഈ കോന്നാട് ബീച്ച് പരിസരത്തുള്ളവരൊക്കെ തന്നെ ആശങ്കയോടെയാണ് ഇപ്പോഴും കഴിയുന്നത്. കാരണം ആ രീതിയിലാണ് കടലാക്രമണം. അവരുടെ വീടിന് മുകളിലേക്കൊക്കെ തിരമാല അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 400ഓളം കുടുംബങ്ങൾ വലിയ ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സമയമായിട്ട് പോലും നമ്മുടെ കോർപ്പറേഷൻ അധികൃതരോ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ആ പ്രദേശത്തേക്ക് എത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മഴ മാത്രമല്ല, അതിശക്തമായ കാറ്റും പലയിടത്തും വീശുന്നുണ്ട്. ഈ കാറ്റടിച്ചതിനെ തുടർന്ന് വീടുകൾക്ക് മുകളിലേക്കൊക്കെ തന്നെ മരം വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 40ഓളം വീടുകൾക്ക് മുകളിലേക്കാണ് മരം വീണിട്ടുള്ളത്. ആ വീടുകൾക്കൊക്കെ തന്നെ 40 വീടുകൾ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കനത്ത മഴയെ തുടർന്ന് 4 മരണവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനക്ക, വിലങ്ങാട്ടെ അവസ്ഥ എപ്രകാരമാണ്? ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് തന്നെ വലിയ ആശങ്ക ആ മേഖലയിലുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും മാറ്റി പാർപ്പിച്ചുവോ? അവിടെ മഴ തുടരുന്നുണ്ടോ? വിലങ്ങാട് കൃത്യമായി ഇന്നലെ 9 കുടുംബങ്ങളെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് നിന്ന് 9 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിലവിൽ ആശങ്കയുടെ ഒരു സാഹചര്യമില്ല. പക്ഷേ കൃത്യമായ ഒരു ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം അവിടെ എത്തി ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉരുൾപൊട്ട സാധ്യതയുള്ള ഭാഗത്തുള്ള 9 കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചത്. കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അവിടെ തുടരുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ അവിടെയുള്ള മറ്റു കുടുംബങ്ങളെ കൂടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും ജില്ലാ ഭരണകൂടം കടക്കും. വിലങ്ങാട് പോലെ തന്നെ പേടിപ്പിക്കുന്നതാണ് വയനാട്ടിലെ അവസ്ഥയും. കല്ലൂർ പുഴ കരകവിഞ്ഞ ഒരു സാഹചര്യമുണ്ട് അവിടെ. മറ്റിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കൂടി പരിശോധിക്കാം. അർജുൻ PS ആണ് ചേരുന്നത് ജില്ലയിൽ നിന്ന്. അർജുൻ, എങ്ങനെയാണ് വയനാട്ടിലെ അവസ്ഥ? പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ബത്തേരി മേഖല കേന്ദ്രീകരിച്ചാണ് മഴ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ചീരാൽ, നെന്മേനി, അതുപോലെ തന്നെ നൂൽപ്പുഴ വില്ലേജുകളിലായി ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 14 ഫാമിലിയിലെയാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്.
14 ഫാമിലികളെ ഇത്തരത്തിൽ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പനമരം പുഴയിലും വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വയനാട്ടിൽ മഴ പെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ പ്രദേശം, അതായത് പനമരം പ്രദേശത്തേക്കായിരിക്കും ആദ്യം തന്നെ വെള്ളം ഉയർന്നു വരിക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനന്തവാടിയും അതുപോലെ തന്നെ കവിഞ്ഞാൽ പുറത്താട മേഖലകളിലൊക്കെ വെള്ളം പെട്ടെന്ന് കയറുന്ന ഇടങ്ങളാണ്. ഇവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ എമിലി ഭാഗത്തൊക്കെ, കൽപ്പറ്റ ടൗണിനോട് അടുത്തുള്ള പ്രദേശമാണ് എമിലി എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് മഴ പെയ്താൽ ഈ കൽപ്പറ്റ ഭാഗത്ത് ആദ്യം വെള്ളം കയറുക. ആ എമിലി ഭാഗത്തേക്കൊക്കെ പുഴകളിലും അതുപോലെ തന്നെ തോട്ടിലുമൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ മരം പൊട്ടി വീണ, ലൈൻ കമ്പിക്ക് മുകളിൽ മരം പൊട്ടി വീണ ഈ ഗതാഗത തടസ്സമടക്കം അല്ലെങ്കിൽ അത്തരത്തിൽ വൈദ്യുതി തടസ്സമടക്കം ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഈ കൽപ്പറ്റ ടൗണിനടുത്ത് തന്നെ SP ഓഫീസുണ്ട്. SP ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു ആൽമരത്തിന്റെ പകുതിയോളം വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു മരത്തിനിടയ്ക്ക് ഒരു ഇന്നോവ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അതിൽ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഡ്രൈവർ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്ന. ഡ്രൈവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ബത്തേരിയിലെ വിവിധ ഇടങ്ങളിൽ, നൂൽപ്പുഴയിലടക്കം നെന്മേനിയിലടക്കം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴങ്കുന്നി ഉന്നതിയിലെ കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റുന്നത് വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു. ഈ കല്ലൂർ പുഴ, പനമരം, അതുപോലെ തന്നെ ബത്തേരി ഈ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന പുഴയാണ്. ആ പുഴ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഈ പഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 17 പേരുണ്ട്. ആ 7 കുടുംബങ്ങളിലെ 17 പേർ ഈ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് ഒഴിവാണ്. മദ്രസ, അതുപോലെ തന്നെ അങ്കണവാടി, പ്ലേ സ്കൂളുകൾ, ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഒഴിവ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ക്വാറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. പ്രധാനമായും ഒരു കാര്യമെന്ന് പറയുന്നത് ചൂരമല പ്രദേശത്തെ ചൂരമല സ്കൂൾ റോഡുണ്ട്. ആ സ്കൂൾ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ചെളികളൊന്നും നീക്കം ചെയ്തിട്ടില്ല. ഇതുവരെയും മണലും, അടിഞ്ഞുകൂടിയ മണലോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ഒരു വലിയ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയ ചെളിയോ മണലോ ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഈ പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയുടെ ഗതി വീണ്ടും മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പുഴയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഈ സ്കൂൾ റോഡ് മൊത്തം ഈ മൂടിയ അവസ്ഥയിലാണ് ഉള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അനു, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ല കണ്ണൂരാണ്. കണ്ണൂരിൽ കൂടിയും ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. അവിടെ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. മിഥുൻ പിള്ള കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ഈ മിഥുൻ, എങ്ങനെയാണ് സ്ഥിതി? അനു, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അതിശക്തമായ കാറ്റാണ് ഈ മേഖലയിൽ ഉണ്ടായത്. മഴയോടൊപ്പം അതിശക്തമായ കാറ്റ്, നമുക്ക് ആ കാറ്റിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. കാരണം നിരവധി വീടുകളുടെ മേൽക്കൂരയാണ് ഈ ശക്തമായ കാറ്റിൽ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വീടിന്റെ മേൽക്കൂരയാണ് ഈ താഴെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എത്രത്തോളം ഭീകരമായ ഒരു കാറ്റാണ് ഈ പ്രദേശത്ത് ആഞ്ഞടിച്ചത് എന്നുള്ളത്. മറ്റൊന്ന്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ ആ ഓടൊക്കെ തന്നെ ശക്തമായ കാറ്റിൽ പാറിപ്പോയതാണ്. അത്തരത്തിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഭീകരമായൊരു നാശനഷ്ടമാണ് ഈ കാറ്റിനെ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഈ നാട്ടുകാരൻ തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത്? ഈ നാട്ടുകാരുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമായാണ് പല വീടുകളും ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. എന്താ ഏട്ടാ ഇന്നലെ ഇവിടെ എത്ര മണിക്കാണ് ഈ കാറ്റടിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഇന്നലെ രാത്രി 8:45 സമാനതകളില്ലാത്ത ദുരന്തം ഇളയാവൂർ നാട്ടിലുണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ തന്നെ ഇത്രയും വലിയ ദുരന്തം ആദ്യമായിട്ടാണുള്ളത്. ഇവിടെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറം ഒരു വയലുണ്ട്. അവിടെ കുറച്ച് വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നല്ലാതെ ഇത്രയും ഭയാനകമായൊരു അവസ്ഥയില്ല. ഇവിടെ നമ്മുടെ ഒരു നിഗമനത്തിലാണ് 10-25 വീടെങ്കിലും വാസയോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇന്നലെ നാട്ടുകാർ രാത്രി നോക്കാതെ, മഴ നോക്കാതെ കിണഞ്ഞ് പരിസരിച്ചതിൻ്റെ ഭാഗത്താണ് ഇത്രയും ആൾക്കാർക്ക് താമസിക്കുവാനും ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത്. കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് KSBക്കാർ വല്ലാതെ പണിപ്പെടേണ്ടി വരും. ഒരാഴ്ചയെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ഈ ഭാഗത്ത് കറണ്ട് വരുള്ളൂ. സമാനതകളില്ലാത്ത ദുരന്തമാണ് എളയാവൂർ നാടിനെ ബാധിച്ചിട്ടുള്ളത്. തൽക്കാലത്തേക്കെങ്കിലും ആളുകൾക്ക് താമസയോഗ്യമാക്കാൻ എങ്ങനെയാണ് സാധിച്ചത് ഈ സമയം കൊണ്ട്? അത് നമ്മുടെ സേവാ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കൂടി ഒന്നിച്ച് കൈമെയ് മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇട്ടാവുന്ന ഷീറ്റുകളും ഓടുകളൊക്കെ വെച്ച് താൽക്കാലികമായിട്ട് വാസയോഗ്യമാക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്
ഇതെങ്കിലും സംഭവിച്ചിട്ടുള്ളത്. അതിന് മറ്റൊരു കാര്യം കൂടി, നമുക്ക് ഈ ദൃശ്യം ഇപ്പുറത്തേക്ക് ഈ റോഡിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വീടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന റൂഫിംഗ് ഷീറ്റ് ഏതാണ്ട് 400 മീറ്ററോളം ഇപ്പുറം വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ആ റോഡിന്റെ അപ്പുറത്തെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 400 മീറ്റർ അപ്പുറമുള്ള ഒരു വീടിന്റെ റൂഫിംഗ് ഷീറ്റ് പാറി വന്ന് വീണതാണ്. എത്രത്തോളം ഭീകരമായൊരു അന്തരീക്ഷമാണ് കഴിഞ്ഞ ഈ ഒരു രാത്രി ഈ പ്രദേശത്ത് ഉണ്ടായതെന്ന് നമുക്ക് ഊഹിക്കാൻ കൂടി സാധിക്കില്ല. അത്രയേറെ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി വൈദ്യുതി തൂണുകളാണ് തകർന്നിട്ടുള്ളത്. കാരണം പലയിടത്തും തെങ്ങും മറ്റു മരങ്ങളൊക്കെ തന്നെ പൊട്ടി വീണ് വൈദ്യുതി ബന്ധമൊക്കെ തന്നെ താറുമാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതായാലും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ഈ മേഖലയിൽ ഒരു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക. കാരണം അത്രയേറെ നാശനഷ്ടങ്ങൾ ഈ വഴിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ദുരന്തം അറിഞ്ഞ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏറെ പ്രയാസപ്പെട്ടു. കാരണം റോഡിൽ മുഴുവൻ മരം പൊട്ടി വീണിട്ടുണ്ട്, പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ചയോളം പിടിക്കുമോ ഈ ഒരു ഭാഗത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സമാനതകളില്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സമാനതകളില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇന്നലെ രാത്രി ഈ ഇളയാവൂർ നിവാസികൾ കടന്നുപോയിരിക്കുന്നത്. അനു, ഈ മാടായിൽ നിന്നൊക്കെ നിരവധി ഈ മഴക്കെടുതി വാർത്തകളൊക്കെ നൽകുന്നുണ്ടായിരുന്നല്ലോ മിഥുൻ. ഇന്നലെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇനിയുമുണ്ടോ ജില്ലയിൽ? അവിടെ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയോ? എങ്ങനെയാണ്? തീർച്ചയായും അനു, ചില മേഖലകളിൽ മലയോര മേഖലയിലാണ് ഈ മണ്ണിടിച്ചിലിന്റെ ചില ഭീഷണികളൊക്കെ നിലനിൽക്കുന്നത്. അവിടെ ഈ പഴശ്ശി ഡാമിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പഴശ്ശിയുടെ ഷട്ടറുകളിൽ ഭൂരിഭാഗം തുറന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ വളപട്ടണം പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം പഴശ്ശി ഡാമിലെ വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും വളപട്ടണം പുഴയിലേക്കാണ് എത്തുക. അങ്ങനെയെങ്കിൽ ആ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഇതുവരെ മലയോര മേഖലയിൽ നിന്ന് അപകട വാർത്തകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ രാത്രി ഉണ്ടായ ഈ ഒരു കനത്ത കാറ്റാണ് ഈ ഒരു മേഖല ഇത്തരത്തിൽ ഒരു ദുരന്തം വിതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ഈ തകർന്ന വീടുകളൊന്ന് താമസയോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നത് വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ച് വലിയൊരു ഉദ്യമം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, എന്തായാലും കണ്ണൂരിലാണ് ഈ കാഴ്ചകളെങ്കിൽ